ഹലോ നമസ്കാരം. അങ്ങനെ നമ്മുടെ 111ാമത് പട്ടാമ്പി ദേശോത്സവം വന്നെത്തി കഴിഞ്ഞു. നമ്മുടെ കൂടെ ഇപ്പോൾ പട്ടാമ്പിയുടെ സ്വന്തം ജനപ്രതിനിധിയായ MLA മുഹമ്മദ് മൂസിനുണ്ട്. നമ്മുടെ MLA ബ്രോ, ഇന്ന് മൂസിൻകാടെ ഡാൻസ് ഒക്കെ പ്രതീക്ഷിക്കാമോ? അയ്യോ, അത് പറയാൻ പറ്റില്ല. ആളുകള് മൂഡിനനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഞെട്ടിച്ചതാണ് ഡാൻസ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഞങ്ങൾ അത് പ്രതീക്ഷിച്ചാണ് വന്നത്. ഇപ്രാവശ്യത്തിൽ നമുക്ക് ചെറിയൊരു പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ കുട്ടനാട് നേർച്ചയുടെ ഒരു സംഭവമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു പേടി ഉണ്ടെങ്കിലും വളരെ എല്ലാവരോടും നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത് കുറച്ച് വളരെ നമുക്ക് ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ഉത്തരവാദിത്വം നമുക്കിത് സമാധാനപൂർവ്വം നടത്താനുണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലുണ്ടാവണം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ചെറിയൊരു ഭീതി നമ്മളെ സംഘാടകരെ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ ഇതുവരെ പട്ടാമ്പി നേർച്ച വലിയ കുഴപ്പമില്ലാതെ നടന്നിട്ടുണ്ട്. അതുപോലെ നടക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ ഈ ഒരു 111ാമത് പട്ടാമ്പി നേർച്ചയ്ക്ക് എന്താണ് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്, ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ്? ഇത് ഒരു റിലീജിയസ് ആയിട്ടുള്ള പരിപാടിയല്ല. ഇത് നമുക്ക് പഴയ ഒരു ചരിത്രം അതിൻ്റെ പിറകിലുണ്ട്. എന്നാലും പട്ടാമ്പിയുടെ ഒരു മതേതര ഉത്സവമായിട്ടാണ് ഈ ദേശോത്സവത്തെ പറയുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ മതസൗഹാർദ്ദം, അപ്പോൾ നമ്മുടെ പട്ടാമ്പി എന്നൊരു വർഗീയ കലാപം ഇല്ലാതിരിക്കുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള ഉത്സവങ്ങളാണ്. അപ്പോൾ അത് ഒരുമിച്ച് നിന്ന് ആഘോഷിക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു അപകടമൊന്നും പറ്റാതെ സമാധാനപൂർവ്വം നടത്താൻ നമ്മളെല്ലാവരും അതിൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ബാക്കി ഇനി MLA യുടെ ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. ഓക്കെ.